ഒന്ന് വേഗം വരുമോ? ഇനി തനിച്ചാണെന്ന് പറഞ്ഞ് ബോറടി പറയണ്ട. ശരി. മഹേഷ് ടെറസിലെ ഡോർ അടച്ചോ? ഞാൻ അടച്ചു. എന്റെ ലാപ്ടോപ്പ് ബാഗ് എടുത്തില്ലേ? എന്തിനാ? ട്രിപ്പിന് പോകുമ്പോ പണിയൊന്നും എടുക്കില്ലെന്നല്ലേ പറഞ്ഞേ? ഞാൻ എടുത്തില്ല. അതോളാം. Okay, let's go. എന്താണ് ഡാഡിയും മോളും കൂടെ ഒരു ആംഗ്യം കാണിക്കല്? തനിക്കുട്ടിക്ക് എന്തോ മമ്മിയോട് ചോദിക്കാനുണ്ട് അല്ലേ മോളെ? ചോദിക്കാം. എന്താ? മമ്മിക്ക് ഡ്രൈവിംഗ് അറിയോ? പിന്നെ ഡ്രൈവിംഗ് അറിയോന്നോ? കോളേജ് പഠിക്കുമ്പോഴേ എന്ന് ഞാൻ വണ്ടി ഓടിച്ചല്ലേ പോയിക്കൊണ്ടിരുന്നത്. തള്ളല്ല, ശരിക്കും ഞാൻ വണ്ടി ഓടിച്ചാ പോയിക്കൊണ്ടിരുന്നത്. കോളേജിൽ വണ്ടി ഓടിക്കാൻ അറിയുന്ന കുറച്ച് കുട്ടികൾ ഉണ്ടായിരുന്നുള്ളൂ. അതിലൊരാള് ഞാനായിരുന്നു. അറിയോ? എന്നിട്ടെന്താ അമ്മ ഇപ്പൊ ഡ്രൈവ് ചെയ്യാത്തയോ? മൊറട്ടൻ ഡാഡിയില്ലേ, ഇങ്ങേരെ കൂടി ഇരുന്ന് വണ്ടി ഓടിച്ചാ എങ്ങനെയാ ഡ്രൈവിംഗ് വെറുക്കാതിരിക്കുക? ബ്രേക്ക് ചവിട്ട്, ആക്സിലേറ്റ്, ഗിയർ മാറ്റൂ. ഇത് വേണ്ടടുത്ത് ഉപയോഗിച്ചാ പോരെ, ചുമ്മാ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണോ? അപ്പൊ ഡാഡി ഇല്ലാത്തപ്പോഴോ? മോള് കണ്ടിട്ടില്ല, ഡാഡി ഇല്ലാത്തപ്പോ ഞാൻ പറപ്പിക്കൂലേ? എന്നാലേ ഒരു കാര്യം ചെയ്യാം. എന്നാ നിന്റെ മമ്മി ഒന്ന് പറപ്പിക്കട്ടെ. ഇതെന്താ ചെയ്യണേ? നീ പറപ്പിക്കേ. മഹേഷ് എന്താ കാണിക്കണേ? മഹേഷ് നമുക്ക് എവിടെ ഇരിക്കാം? നിന്റെ മമ്മി വണ്ടി ഓടിക്കും. അല്ല, ഒരു ചോദ്യം, ഞാൻ എങ്ങനെയാ തനിച്ചിരുന്ന് വണ്ടി ഓടിക്കണം? അത് ഡാഡി മോളും കൂടെയുള്ള പ്ലാനിങ് ആയിരുന്നല്ലേ ഇത്ര നേരം? പള്ളി ബാബുവേ, നമുക്ക് ഇവനെ കാലാവസ്ഥാ പ്രവചന കേന്ദ്രത്തിൽ ജോലിക്ക് നിർത്തിയാൽ നന്നായിരിക്കും അല്ലേ? എന്റെ പൊന്നാശാനെ ഒന്നും മിണ്ടാതിരി. മനുഷ്യരുടെ ഏത് നിമിഷം ഒച്ചിന്റെ ആക്രമണം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അത് പറഞ്ഞപ്പോഴാ നിങ്ങളുടെ ഹിന്ദു പുരാണത്തിലെ ഏത് ദൈവത്തിന്റെ വാഹനം ഒച്ചും പുറത്തെ യാത്രയാണ് ദൈവം ഒന്നും ഞങ്ങളുടെ പുരാണത്തിലില്ല. പറഞ്ഞ പോലെ അതിന്റെ പുറത്തിരുന്ന എപ്പോ എത്തേണ്ടത് എത്താനല്ലേ? പട്ടി വരൂട്ടാ. ഈശ്വര, ഒച്ചിനെ മാത്രം സഹിച്ചാൽ മതിയായിരുന്നു. ഇനി പട്ടിയുടെ കടിയുടെ കൊള്ളണമല്ലേ? നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ്. അതിന് ഞാനെന്താടാ പറഞ്ഞത്? നീ എന്തിനാ ഈ ഭ്രാന്തിന്റെ വാക്ക് കേട്ട് ടെൻഷൻ അടിക്കുന്നത്? ഇത് കുറെയൊക്കെ നമ്മുടെ മനസ്സിന്റെ തോന്നലാണ്. അമീറിന് ഭ്രാന്തില്ല. കൊച്ചു ടീച്ചറിന്റെ ക്ലാസ്സിൽ വെച്ച് ഓർമ്മ പോയതാ. അപ്പൊ അമീർ അതാ നിന്റെ പേര്? അപ്പൊ പള്ളിക്കൂടത്തിലൊക്കെ പോയിട്ടുള്ള ആളാണ്. വല്ലതൊക്കെ എഴുതാനും വായിക്കാനും അറിയാമോ? അറിയായിരുന്നു, ഇപ്പൊ മറന്നുപോയതാ. അത് കലക്കി. എന്താണോ അത്? ഒന്ന് നോക്കിയടാ. ആസാനെ, നമ്മുടെ വണ്ടി ഒരു പട്ടി അടിച്ച്. അതെ, വീട്ടിൽ വളർത്തുന്ന പട്ടിയാണെന്ന് തോന്നുന്നു. വണ്ടി എടുത്തോ, പണിയാണ്. ഞാൻ കണ്ടതാവും വരണത്, ഞാൻ പറഞ്ഞതാവും വരുമെന്ന്. എന്റെ പൊന്നി എങ്ങാതി, ദൈവത്തെ ഓർത്ത് പറ. ഇനി ആരെങ്കിലും വരാനുണ്ടോ? ഇനി കുറേ ദൂരം കഴിയണം. അപ്പൊ അടുത്ത പട്ടി വരൂ. ഇനി പട്ടിയല്ല, ഇനി വരാനുള്ളതൊരാളാ. അങ്ങനെ കോളേജ് സമയത്തെ എക്സ്പേർട്ട് ഡ്രൈവർ ശ്വേത ഹൈ റേഞ്ച് വളവൊക്കെ പുഷ്പം പോലെ ഓടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. വെറുതെ ഷോ കാണിക്കാനായിരുന്നെങ്കിലും നോൺ സ്റ്റോപ്പായി ഓടിച്ച് പഴയ ടാലന്റ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്തിരിക്കുകയാണ്. അയ്യടാ, ഇവിടെ വരെ നിർത്താതെ വണ്ടി ഓടിക്കണം എന്നുള്ളതേ എന്റെ വാശിയായിരുന്നു. ആണോ? അപ്പൊ എവിടെയും നിർത്തണ്ട, ഓടിച്ചുകൊണ്ടേയിരുന്നു. അല്ല, ഇത്രയും നേരം ഓടിച്ചേലേ എവിടെയെങ്കിലും അനാവശ്യമായിട്ട് ഒരു ബ്രേക്കിങ്ങോ അതോ ഏതെങ്കിലും കുഴിയിൽ കൊണ്ടിട്ടോ എന്തെങ്കിലും ചെയ്തോ? ഇല്ലല്ലോ. ഉറങ്ങിയത് കൊണ്ടൊന്നും അറിഞ്ഞതേ. അയ്യടാ. അല്ല, ഈ മൗണ്ടൻസ് ഒക്കെ കാണുന്ന പറഞ്ഞ ആളെ കിടന്ന് ഉറങ്ങാണല്ലോ. ഞങ്ങളങ്ങനെ വണ്ടി കയറി അപ്പൊ ഉറങ്ങും. ശ്വേത, വണ്ടി ഇവിടെ ഒതുക്കിക്കേ. ഇവിടെയോ? എന്താ നിർത്താൻ പറഞ്ഞ? ഈ സ്ഥലം നല്ല പരിചയമുള്ള പോലെ. എന്താ മഹേഷ്? നീ മോളെ എടുക്കും, നമുക്ക് അവിടെ വരെ പോയിട്ട് വരാം. അങ്ങോട്ടോ?
മോളെ സൂക്ഷിച്ച്. നല്ല ക്ലൈമറ്റ് അല്ലേ? നമുക്കേ ഇന്നിവിടെ സ്റ്റേ ചെയ്താലോ? ബ്രഷ് ഇല്ല, ഡ്രസ് ഇല്ല, ലീവും ഇല്ല. തുടങ്ങി. ഈ ആദ്യം പറഞ്ഞ 2 സാധനം നമുക്ക് ഇവിടെ ഒപ്പിക്കാം. ഈ 3ാമത്തെ സാധനമാണ് പ്രശ്നം. 3ാമത്തെ സാധനം തന്നെയാണ് പ്രശ്നം. നമുക്ക് തൽക്കാലം വൈകുന്നേരം വരെ ഇവിടെ നിന്ന് ചില്ല് ചെയ്തിട്ട് മാക്സിമം അടിച്ചു വിളിക്കാം. ഓക്കെ? നമുക്ക് ഇനിയും വരാന്ന്. വരുവോ? ഡെഫിനറ്റ് ആയിട്ടും. ഉറപ്പ്? പിന്നല്ല. എന്താടാ നോക്കിക്കൊണ്ടിരിക്കുവാ. കണ്ട ഊട് വഴി കൂടെ കൊണ്ടുപോയി വണ്ടിയും കംപ്ലൈന്റ് ആയി. എന്താവും എന്തോ. ഓനെ വണ്ടി കയറ്റിപ്പോ തുടങ്ങിയ പ്രശ്നങ്ങളാ. റെഡി റെഡിയാ. അവൻ എന്നെടുക്കുക. അകത്ത് കുന്തം വിഴിഞ്ഞോലെ ഇരിക്കൊണ്ട്. വലിയ പ്രവാചകനാ. ഈ മഴ പെയ്യുന്നതും പട്ടി കുറുകെ കിടന്നതും ആളെ തട്ടുന്നതൊക്കെ പ്രവചിക്കാം. ഈ നിസാനം ഡീസൽ പോയി പൊട്ടുന്ന കാര്യം ആ ടൗണിലെങ്ങാനും വെച്ച് പറഞ്ഞിരുന്നെങ്കിലേ നമുക്ക് എന്ത് എളുപ്പമായിരുന്നു. കളിയാക്കണ്ട ആശാനെ. ഹൈ റേഞ്ച് തുടങ്ങാൻ പോകും. നമുക്ക് നല്ലോണം ശ്രദ്ധിച്ചങ്ങ് പോവാം. എൻ്റെ കർത്താവേ, അവൻ പറഞ്ഞ സത്യമാണെങ്കിൽ ആരാണോ ഇന്ന് ഊട് വയ്ക്കാൻ പോകുന്നത്? വാ. സോ ലേഡീസ്, അപ്പൊ അങ്ങനെ ഒരു ഹെക്ടിക് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞല്ലേ? ഹൗ അബൌട്ട് എ നാടൻ ചായ ഫ്രം എ നാടൻ കട? സ്ട്രീറ്റ് ഫുഡ് ഇഷ്ടമില്ലാത്ത ആൾക്ക് പെട്ടെന്ന് ഇത് എന്തെറ്റി? Anything is good for a change. Yeah? So let's have a നാടൻ ചായ. വണ്ടി കുറച്ച് കയറ്റിട്ട് സാറേ. തടികയറ്റ ലോറി ഒരുപാട് പേരുടെ സ്ഥലവാ. അവന്മാർക്കാണെങ്കിൽ ഒരു നോട്ടമില്ല. അത്യാവശ്യം സ്ഥലമുണ്ട് ചേട്ടാ, കുഴപ്പമില്ല. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കുടിക്കാൻ എന്താ ഉള്ളേ? ചായ ഉണ്ട്, കാപ്പിയുണ്ട്, പിന്നെ കൂൾ ഡ്രിങ്ക്സ് ഉണ്ട് സാറേ. എനിക്ക് എന്തായാലും ഒരു ചായ. അപ്പൊ 2 ചായ, എനിക്ക് സ്ട്രോങ്. ഓ ആയിക്കോട്ടെ. മോക്ക് എന്താ വേണ്ടേ? എനിക്കൊരു ബൂസ്റ്റ് മതി. ബൂസ്റ്റ് ഉണ്ടോ ഏട്ടാ? ബൂസ്റ്റ് ഉണ്ട്. പിന്നെ ദേ ബൂസ്റ്റ്. അപ്പൊ ഒരു ബൂസ്റ്റ് തന്നെ. മതി. നൈസ് പ്ലേസ്, നോ? നമുക്ക് അവിടെ പോയി ഒരു പിക്ചർ എടുത്താലോ? ഇപ്പോഴോ? വാ. വാ ചേട്ടാ. ഓ, ഞങ്ങൾ മേളിൽ കാണും. ചായ അവിടെ തരുമോ? ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം.